So hello guys, welcome back to my channel JN Raza Army. Guys, നിങ്ങളെല്ലാവരും ഇത് കണ്ടു എന്താ ഫാണ്ട അല്ലേ? ഇത് ശരിക്കും കണ്ടെന്നല്ല, ഇത് എൻ്റെ ക്യാമറ കുറച്ച് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഇത് തിരിഞ്ഞാണ് കാണുന്നത്. ശരിക്കും ഇത് ഫാണ്ടയാണ് ഗൈസ്, ഇതുണ്ട് തിരിഞ്ഞേ കാണുള്ളൂ. ശരിക്കും ഇത് ഫാണ്ടയാണ്. പക്ഷേ ഇപ്പോൾ പുതിയതായി കൊക്കക്കോള കുടിച്ചവർക്കറിയാം, റീസൈക്കിൾ മീ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇവിടെ ഒരു സാധനം ഉണ്ടാവും. ഇത് റീസൈക്കിൾ മീ ഫാൻറ്റയുടെ ക്യാനിനകത്ത് റീസൈക്കിൾ മീ എന്ന് പറഞ്ഞ കൊക്കക്കോള. അത് മാത്രമല്ല ഇത് മാത്രം കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പിന്നെ എല്ലാ ക്യാനിലും ഉണ്ടാകുന്നതായിരിക്കും, ഇതൊക്കെ ഇങ്ങനെ കൊക്കക്കോള പോകുന്നു. അത് മാത്രമല്ല ഇവിടെ എന്ത് വിരിക്കുന്നത് കണ്ടോ? ഇതെവിടെ കണ്ടോ? കൊക്കക്കോള. ശരിക്കും ഇത് കൊക്കക്കോള അല്ല, പക്ഷെ ഫാൻറ്റയാണ്. പക്ഷേ ഈ ഫാൻറ്റയുടെ ക്യാൻ്റെ അകത്ത് കൊക്കക്കോള. സോ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ കൊക്കക്കോള, ഈ ഫാൻറ്റയുടെ കമ്പനിയും കൊക്കക്കോളയായിട്ട് എന്തൊരു ബന്ധമുണ്ട്? അല്ല, ഇനിയിപ്പോൾ എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ ഈ ക്യാനിൻ്റെ വല്ല ബ്രാൻഡിങ് ആണെങ്കിൽ എനിക്കറിയത്തില്ല. പിന്നെ ഇത് പുതിയ ഫാൻറ്റയാണ് എന്നുവെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് പുതിയ ഫാൻറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഇതന്നെ കണ്ടില്ല, അതുകൊണ്ട് പണ്ടത്തെ ഫാൻറ്റയിൽ ഇങ്ങനെ റീസൈക്കിൾ മീനൊന്നുമില്ല. ഈ സാധനം ഇവിടെ ഇല്ല, ഇതൊന്ന് ക്ലോസാണ്. പിന്നെ പണ്ടത്തെ ഫാൻറ്റാന്ന് ഇങ്ങനെയല്ല എഴുതിയിരിക്കണം, കുറച്ച് ചെരിഞ്ഞുണ്ടാവും. പക്ഷെ ഇതിലിങ്ങനെ നേരെ ഫാൻറ്റാന്ന് എഴുതിയേപ്പോൾ. ഇത് പുതിയ ഫാൻറ്റയാണ്. സോ ഈ ഫാൻറ്റയുടെ ടേസ്റ്റ് കുറച്ച് മാറിയുണ്ട്. നമ്മുടെ ഈ ഒരു കയ്പുണ്ട് ചെറിയ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം കൊക്കക്കോളയൊക്കെ ഈ തണുത്തിട്ട് കുടിക്കുമ്പോഴുള്ളൊരു കയ്പുണ്ടാവുമല്ലോ, ആ കയ്പ് അതിലിത് ചെറുതായി വരുന്നുണ്ട്. ആ കയ്പ് എന്താണെന്ന് എനിക്കറിയില്ല. സോ ഈ ഒരു ചേഞ്ച്, ഫാൻറ്റയും കൊക്കക്കോളയും തമ്മിലുള്ള ഈ ചേഞ്ച് കാണിക്കാനായിരുന്നു ഈ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ എൻ്റെ ന്യൂ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ മുടി കെട്ടി ഒരു മാലയും വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം എൻ്റെ ന്യൂ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബൈ.